പോണില്ല. വണ്ടിക്കാശ് പോട്ടെ. കാശ് പ്രശ്നമാണോ? ബസ്സല്ലേ അവന്നെ. ബൈ. ഒരു 4 ദിവസത്തെ ട്രിപ്പ് പോകുന്നതിനാണ് ഞങ്ങൾ ഈ ഷോ മൊത്തം കാണിച്ചത്. ഹേ ഗൈസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. ഇത് ഒരു ട്രാവൽ വ്ളോഗാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഒരു മൂകാംബികയ്ക്ക് പോകുന്നതാണ് 4 ഫ്രണ്ട്സ് കൂടി. വൈറ്റില ഹബ്ബിൽ നിന്ന് KSRTC സെമി സ്ലീപ്പർ ബസ്സായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഡയറക്റ്റ് കൊല്ലൂർ മൂകാംബിക തന്നെയായിരുന്നു. ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ 7:30 വരേണ്ട ബസ് 9:45 9:30 വന്നപ്പോൾ. അതുവരെ നല്ല കട്ട പോസ്റ്റായിരുന്നു. ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ഒരു 9:45 ആയപ്പോഴത്തേക്കും ബസ് എടുത്തു. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ബസ്സായിരുന്നു. മീൻസ് സീറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഫൈനലി ഞങ്ങൾ കർണാടക ഡിസ്ട്രിക്റ്റിലെത്തി. ഈ ബസ് നിർത്തുന്ന ബസ് സ്റ്റോപ്പിൽ തന്നെയുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. 2 റൂംസാണ് എടുത്തത്. ബിക്കോസ് ഞങ്ങൾ 4 പേരായിരുന്നു. 2 റൂംസ് എടുത്തു. ഒരു റൂമിന് 400 രൂപ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാത്റൂമും റൂമും എല്ലാം അടിപൊളിയായിരുന്നു. റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങളവിടെ എത്തിയത് 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ബസ് 11:30 12 മണി ആവാറായി. 24 hours ഹോട്ട് വാട്ടർ. ഈ ഡയലോഗ് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടല്ലോ. യെസ്, ആ സിനിമയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഇൻസ്പിറേഷൻ കിട്ടിയത് തന്നെ. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം റൂമിൽ പോയി ഒന്ന് ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ആദ്യമായിട്ടോ കേസരി കഴിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. മസാല ദോശയും പൂരിയും നെയ്റോസ്റ്റും ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. മസാല ദോശ എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം ഇത് തന്നെ കഴിച്ച് അത് ചെറിയൊരു വെറുപ്പായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേറെ റൂമിലേക്ക് പോയി. ഞങ്ങൾ അന്ന് അമ്പലത്തിൽ പോയില്ല. ഞങ്ങൾ പോയത് കുടജാദ്രിയിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. കാരണം ആ ടൈം ആയിരുന്നു. മൂകാംബിക അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ജീപ്പ് വരുന്നത്. ഒരു 2-3 hours ട്രാവലുണ്ട്. അതിലൊരു 1 hours നമുക്ക് ഓഫ് റോഡാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മളൊരു ഫീ അടയ്ക്കേണ്ടി വരും. പിന്നെ പ്ലാസ്റ്റിക്കും ഒന്നും കയറ്റാൻ പാടില്ല. അതുപോലെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുക അവർ. അവിടെ ഒരു 70 രൂപ ഫീ ഉണ്ട്. നമ്മുടെ ജീപ്പിന് വരുന്ന ഒരാൾക്ക് 400 രൂപയാണ്. അപ്പോൾ മൊത്തം 470 രൂപയാണ് നമുക്ക് വരുന്നത്. ഓഫ് റോഡ് എൻ്റെ പൊന്നോ നമുക്ക് ഒരു രക്ഷയില്ല. നല്ലൊരു എക്സ്പീരിയൻസുമാണ്. പക്ഷേ നമുക്ക് കുറച്ച് പേടിയാവുന്ന രീതിയിലുള്ള ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറയുന്നത് തന്നെയാണല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഓഫ് റോഡ് പോകുന്നത്. പിന്നെ അത് ഓടിക്കുന്ന ആൾ സമ്മതിച്ച് കൊടുക്കണം നമ്മൾ. അതുപോലെ നൈസായിട്ട് നമ്മൾ സേഫായിട്ട് അവരവിടെ എത്തിക്കും. പിന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടോ. അതായത് നമുക്ക് പോകുന്ന വഴി ഇങ്ങനെയൊക്കെയാണ്, കുടജാദ്രിയുടെ പ്രത്യേകത എല്ലാം നല്ലൊരു. പിന്നെ നമുക്ക് കിട്ടിയ ഡ്രൈവറും ഒരു നല്ലൊരു ചേട്ടനായിരുന്നു. പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു 1.5 അല്ലെങ്കിൽ 2 കിലോമീറ്റേഴ്സോളം, എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റേഴ്സ് തന്നെയാണെന്ന്, നമുക്ക് നടക്കാനുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ പെടാപ്പാട് വിടും. അതുപോലെ നമ്മൾ നടക്കണം. നടന്ന് മുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ സർവജ്ഞപീഠം. ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു. കാരണം നമ്മളങ്ങനെ നടക്കാത്ത ആൾക്കാരാണല്ലോ. അങ്ങനെ ഞങ്ങളൊരു ആദ്യമൊക്കെ നല്ല ഒരു ആവേശത്തിൽ കയറിയെങ്കിലും അവിടെ എത്താൻ നേരമായപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം ടയേർഡായി. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നാണ് പോയത്. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കണ്ടാൽ എന്തോരം ഭീകരാവസ്ഥയെന്ന് മനസ്സിലാവില്ല. ബട്ട് നല്ല ദൂരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില സ്ഥലത്തെത്തുമ്പോൾ എഡ്ജിലൂടെ നമ്മൾ നടക്കേണ്ടി വരും. അതൊക്കെ ഭയങ്കര പേടിയായിട്ട് എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെയാവണമെന്നില്ല, പക്ഷേ എനിക്ക് നല്ല പേടിയായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളൊരു പിന്നെ നമുക്ക് ഒരു 1.5 hours ആയിരുന്നു നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാർ നമുക്ക് തന്നിരിക്കുന്ന ടൈം. ബിക്കോസ് ആ സമയത്ത് തിരിച്ചിറങ്ങണം. ജീപ്പ് സവാരിയിൽ നമുക്ക് ഇത്ര ടൈം എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ തിരിച്ചിറങ്ങുകയും വേണം. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ബുദ്ധിമുട്ടിയാണ് മേളിലെത്തി. നമ്മുടെ അരവിന്ദിൻ്റെ അധികൃതർ പറയുന്ന പോലെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് കയറിയത്. ഫൈനലി സർവജ്ഞപീഠത്തിലെത്തി. പിന്നെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു.
ഞാനിതല്ല ഉദ്ദേശിച്ചത്. നല്ല തിരക്കായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്, പക്ഷെ നല്ല തിരക്കായിരുന്നു. പിന്നെ കണ്ടു, ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ആഗ്രഹിച്ച് ഉള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് തൊഴുതൊക്കെയാണ് ഇറങ്ങിയത്. കുറച്ച് തിരക്കുണ്ടായെന്ന് മാത്രമല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു ഇത്.